തെസ്നി ചേച്ചി യൂസഫ് ഖാൻ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി. 12,000 വർഷമായോ? പറഞ്ഞു വരുമ്പോ അത് എന്തോരം വർഷം. കോമഡിയുടെ സ്ഥാപകരാരെ ഇപ്പൊ ചേച്ചി കോമഡിന്ന് റിട്ടയർ ആയോ അതോ ഇനിയും ചെയ്തോളൂ? ഇത് ഓണപരിപാടിയാണ്, അല്ലാതെ ബിഗ് ബോസിന്റെ പ്രൊമോഷൻ പരിപാടിയല്ല. ഇപ്പം ഭയങ്കര കഴിവുള്ള കുട്ടികളപ്പോ. പക്ഷെ അതിനൊക്കെ കാരണക്കാരി ആരാ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് വരെ നമ്മുടെ കഷ്ടപ്പാടിന്റെയാണ് ഇതൊക്കെ. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തെസ്നി ചേച്ചി യൂസഫ് ഖാൻ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി. 12,000 വർഷമായോ? പറഞ്ഞു വരുമ്പോ അത് എന്തോരം വർഷം. അല്ല, എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ കോമഡി ഉണ്ടാവുന്നതിന് മുന്നേ ആണോ ശേഷമാണോ? എനിക്ക് വയ്യ. ഞങ്ങൾ ജനിച്ചതിന് ശേഷമാണ് കോമഡി ഉണ്ടായത്. യൂസഫിനോട് എന്ത് കോമഡിയുടെ സ്ഥാപകരാരെ ദൈവമേ, ഇതിന്റെ താഴെ നല്ല നല്ല ട്രോളുകൾ വരണ്ടേ. പിന്നെ എന്തൊക്കെയുണ്ട് ഓണായിട്ട് വിശേഷം? ഓണായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല. ശരിക്കും നമ്മളിപ്പോ ഇതിന്റെ ഇടയിൽ കുറച്ച് 3-4-5 ക്യാമറ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കൂടി കഴിഞ്ഞാൽ ലോക ബിഗ് ബോസിൽ 10-40 ക്യാമറയുടെ മുമ്പിൽ നിന്ന ആൾക്കാരാണ്. എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ആർക്കും, അതറിയോ നിങ്ങൾ? പലരും ചോദിച്ചു അതിനെ അവര് എവിടെ സരിക്കതാ വരുന്നു. തെസ്നി ഖാനും 10-40 ക്യാമറയുടെ മുമ്പിൽ അല്ലേ? അതെ, ഒരു മാസം വരെ അത് മാജിക്കിലൂടെ ആയിരുന്നു. അതെ, പക്ഷെ അതൊന്നല്ല, ഞങ്ങള് ബിഗ് ബോസ് പുറത്തിറങ്ങിയിട്ട് തരികയ്ക്ക് ഓട്ടി. അല്ല മക്കൾ, ഇത് കോമഡിന്റെ പരിപാടിയാണ്, ഇത് ഓണപരിപാടിയാണ്, അല്ലാതെ ബിഗ് ബോസിന്റെ പ്രൊമോഷൻ പരിപാടിയല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഈ കൗമുദിയിൽ നല്ല എന്താ കുറെ ഓണക്കഥകൾ, ഓണ കോമഡിയും. കാരണം ഓണത്തിന്റെ വിശേഷം കേൾക്കാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓണത്തിൽ ഒരു 2 അബദ്ധമെങ്കിലും പറ്റിയ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ മാക്സിമം നിങ്ങളുടെയൊക്കെ അബദ്ധങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മളൊക്കെ വിളിച്ചത് ഒരു അബദ്ധ പരിപാടി ആയതുകൊണ്ടാ. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങളും വിശേഷങ്ങളും പറയുന്ന ആളാണ് തെസ്നി. എന്നും നല്ല വിശേഷങ്ങള്, നല്ല കാര്യങ്ങൾ, എടാ അങ്ങനെ അല്ലടാ ഇങ്ങനെ അല്ലടാ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മിമിക്രി രംഗത്ത് കഥകൾ പറഞ്ഞ് ഇതുപോലെ കഥകൾ പറയുന്ന ആളില്ല. കാരണം വെച്ചാൽ എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ കഥകൾ അതായത് നമ്മൾ കേട്ടില്ലെന്ന് വെച്ചാൽ അത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് കഥ പറയാൻ അറിയില്ല. ഓരോരുത്തരെ പറ്റി 2 കഥ വെച്ച് പറയാനുണ്ടാവില്ലേ? ശരിക്കും എണ്ണൊന്നും എടുക്കാറില്ല. എക്സ്പീരിയൻസിന്റെ ഒരു റൂട്ടാണ് അത്. എനിക്ക് തോന്നുന്ന ആയ കാലത്ത് നമ്മള് മിമിക്രി ഞാനും ആക്ച്വലി ഉണ്ടാവുമല്ലേ അന്ന് ഇന്നസെന്റും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് സജീവമാണ്. ഞാൻ വേറെ സൈഡിൽ കൂടെ ഞാനും ഉണ്ടാവുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ വണ്ടിയിൽ അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷെ ട്രൂപ്പ് ഞങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും ഒരു മിമിക്രിക്കാരുടെ എങ്ങനെ കൂടിയാലും അതിനകത്ത് വന്നു ചേരുന്ന ആൾക്കാരാണ്. തെസ്നി ആയിക്കോട്ടെ, ഞങ്ങളായിക്കോട്ടെ. മിമിക്രിക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അന്ന് അത്രയും ഷോ കളിച്ചിട്ടല്ല, അല്ലാതെ നമുക്കൊരു ഇതുണ്ട്, നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ ഓണം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അത് വലിയൊരു വിഭവങ്ങൾ ഒരുക്കുന്ന ഓണം എന്ന് പറയുന്നത് നമ്മളുടെ തമാശകളും നമ്മുടെ എക്സ്പീരിയൻസും സ്റ്റേജും നമുക്കൊന്നും മറകളില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. യൂസഫ് ഖാനൊക്കെ കഥകളൊക്കെ ഓൾമോസ്റ്റ് എനിക്കൊണ്ട് ഉള്ള കഥകളൊക്കെ നാട്ടിലെല്ലാവർക്കും കുറെ ഓണമായിട്ട് ഇനി കഥകളൊക്കെ പറഞ്ഞ ആളുകളെ ഇല്ലേ? ഏത് വർഷമാണ് കഥ തുടങ്ങി? അല്ല, കഥ തുടങ്ങിയതല്ല, മറ്റേ കഥ ഇല്ലാണ്ടായതല്ല. ആദ്യത്തെ സ്റ്റേജും ആദ്യത്തെ പ്രോഗ്രാമും അടിച്ചു. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം കൊച്ചിൻ മെലഡീസ് എന്നുള്ള ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ബോണി മ്യൂസിഷ്യൻ, അവരുടെ ട്രൂപ്പിലായിരുന്നു. അതിലാണ് ഞാൻ തുടങ്ങുന്നത്. അത് നമ്മളെ കൊണ്ടുവന്നത് നജീബ് റഹ്മാൻ നമ്മുടെ അഞ്ചൂര് നമ്മുടെ ഒരു ആളാണ്. അങ്ങനെയാണ് തുടക്കം. കൊച്ചിൻ മെലഡീസ് എന്നായിരുന്നു. പിന്നെ നേരെ അങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ട് ജൂബിലി, സംഘകല, അങ്ങനെ പോയി അവസാനം വന്ന് ഹരിസിന്റെ ആദർശികയുടെ യൂണിവേഴ്സലി
അവസാനമാണ് വന്ന് ഹരിശ്രീയിൽ വീണത്. അപ്പൊ അവസാനത്തെ പേരും എടുത്തോ? അതെ, അല്ല ഞാനെടുത്തല്ല, ഏ? അങ്ങനെ കട്ടെടുക്കുന്ന പരിപാടി. അതെങ്ങനെ കിട്ടിയത്? ഹരിശ്രീ എന്നുള്ള സംഭവം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ ഹരിശ്രീയുടെ കടയുടെ മുമ്പിൽ ചായക്കട നിർത്തിയിട്ട് കിട്ടിയാണെന്നുള്ളത്. പിന്നെ വണ്ടി തട്ടി അങ്ങനെയൊക്കെ അതൊന്നുമല്ല. ഞാൻ ഹരിശ്രീയിൽ 4 വർഷത്തോളം അതിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത വ്യക്തിയാണ്. അതിൽ 2 വർഷത്തോളം ഞാൻ അതിന്റെ മാനേജറായിരുന്നു, മിമിക്രിയുടെ മാനേജറായിരുന്നു. അപ്പൊ സാറ് ഞാനോട്ട് ഭയങ്കര അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ സാർ, അദ്ദേഹത്തിന് എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്. അദ്ദേഹം എടുത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ഒരാൾക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്തുള്ളൂ, യൂസഫിന് ഒരു വേഷം കൊടുക്കണമെന്നുള്ളത്. പുള്ളിക്കാരന്റെ പടമാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. അതിനുശേഷം എടുത്ത ഫ്രണ്ട്സിൽ എനിക്ക് അപ്പോൾ സാർ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട്, അപ്പൊ ഞാനെന്ന് അറിയപ്പെട്ടിരുന്നത് കൊച്ചിൻ യൂസഫ് എന്നായിരുന്നു. ഏതോ ഒരു ട്രൂപ്പുകാരെ പറഞ്ഞ് കൊച്ചിയിലല്ലേ കളിക്കുന്നത്, കൊച്ചിൻ യൂസഫ് എന്ന്. എന്നിട്ട് എന്നെ ഷോക്കാർഡ് അടിച്ചപ്പോ ഭയങ്കര അപമാനമായി പോയി. ഈ കൊച്ചിയുടെ ഈ സാധനം വിട്ടുപോയി, കാച്ചിൻ യൂസഫ് അതെനിക്കതെ കാച്ചിൻ യൂസഫ്. എന്നിട്ട് ഞാൻ തന്നെ ഷോക്കാർഡ് എടുക്കുമ്പോ തിരുത്തി ഇങ്ങനെ കോയാക്കിട്ടൊക്കെയാണ് വെച്ചത്. അപ്പൊ എന്തിനാണ് യൂസഫ്? അപ്പൊ സാർ ഇങ്ങനെ സംസാരിക്കാം, എന്തിനാണ് കൊച്ചിൻ യൂസഫ്, ഹരിശ്രീ യൂസഫ്, താൻ ഇന്ന് മുതൽ ഹരിശ്രീ യൂസഫാണ്, താൻ എന്തിനാണ് എല്ലാവരും ഇടുന്നു ഹരിശ്രീ യൂസഫ്, താനിടൂ, 4 വർഷമായില്ലേ. അങ്ങനെയാണ് സാറിന്റെ പെർമിഷനോടുകൂടി എൻ്റെ ഓണറിന്റെ എല്ലാവിധ അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ ഹരിശ്രീ യൂസഫ് എന്നുള്ള പേര്. പലരും പറഞ്ഞ് എന്താണ് ഹരിശ്രീ എന്നൊക്കെ നമ്മുടെ പേരിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാനൊന്നുമില്ല, കലാകാരന്മാർക്ക് അങ്ങനെ ഒരു വിഷയങ്ങളേ ഇല്ല. അതുകൊണ്ട് ഹരിശ്രീ എന്റെ ഫ്രണ്ടിൽ തന്നെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ മതേതര കലാകാരന്മാരാണ്, അതിലൊന്നും നമുക്ക് അങ്ങനെ അയ്യോ അങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണോ, അത് അങ്ങനെയൊന്നുമില്ല. തമാശകൾക്കിടയിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോ വ്ളോഗ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും നമ്മളെ ചിരിപ്പിച്ച ഒരാള് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാനിപ്പോ ഈ ചോദ്യോത്തരങ്ങളായിട്ടൊക്കെ ഇറങ്ങി നടക്കാറുണ്ട് സ്ട്രീറ്റിലൊക്കെ. പല അനുഭവങ്ങളും നമുക്ക് കിട്ടാറുണ്ട്, തമാശകൾ കിട്ടാറുണ്ട്, ഓരോ കാര്യങ്ങൾ കിട്ടാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉത്തരം കിട്ടി, ചിലപ്പോൾ സമയത്തൊക്കെ നമ്മൾ ഉത്തരം നമ്മൾ ആൻസർ പറയൂല. ഇത്രയും ആളുകളാണ് ടെൻഷൻ അടിച്ച് രാത്രി 12 മണിക്ക് വിളിച്ചിട്ട് ഹലോ ഏറ്റുമാരൂരിന്നാണേ എന്റെ ഉത്തരം എന്നാ 12 മണിക്കൊക്കെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇഷ്ടമുള്ളതുകൊണ്ട് ചോദിക്കണല്ലേ, നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ ഇടാനാണ് പറഞ്ഞേക്കണത്, നേരിട്ട് വിളിച്ച് പറയും സന്തോഷത്തിന് വേണ്ടി. എനിക്ക് ഉറക്കമില്ല എന്തായാലും. ആക്ച്വലി എനിക്ക് വേണമെന്ന് വെച്ചാൽ എത്രയോ വേദികൾ ഉണ്ടായിട്ടുണ്ടാകാം, അതേപോലെ തന്നെ എത്രയോ സിനിമകളിൽ നമുക്ക് ഇതായിരിക്കാം. നമുക്ക് ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് നിലയ്ക്കുണ്ടാകും. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു. ഇപ്പൊ 31 വർഷമായ സിനിമ വന്നിട്ട് ഇപ്പൊ ആൾക്കാർ കണ്ടു പറയും മക്കളുടെ കൂടെയുള്ള റെയിൽ നന്നായിരുന്നു. ഈ പടങ്ങളൊന്നും ഓർമ്മയില്ല, 200ഓളം പടം അഭിനയിച്ചൊന്നും ഓർമ്മയില്ല. ഇപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ റീൽ ചെയ്യുന്നുണ്ട് കുറെ റീൽസ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിക്കാറ് റീൽസിനെ കുറിച്ച്. ഷാജി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ പണ്ട് ഞാൻ അഭിനയിച്ചതും മിമിക്രി ചെയ്ത് പണ്ട് ഇന്നസെന്റ് അച്യുതാനന്ദൻ പള്ളിയിൽ പണ്ട് നമ്മളോട് പറഞ്ഞത് അച്യുതാനന്ദൻ പോൺ അല്ലെ പള്ളിയിൽ അച്ഛനെന്ന് കാണും. ഇപ്പൊ അതൊന്നുമല്ല, ബ്ലോഗ് മറ്റേ ചോദ്യം കലക്കിട്ടാ പറയുന്നത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലാണ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസാ, ഭയങ്കര ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നതാ. ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ് ഉച്ചയാകുമ്പോഴേക്കും 1 ലക്ഷത്തിന്റെ അടുത്താവും. ഇങ്ങനെ ഒരു പടം റിലീസായ അത്രയും പേരെ ആരെങ്കിലും കാണുന്നുണ്ടോ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്തറിയോ, ഇപ്പോഴാണ് ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ പക്ഷെ നല്ലതായിരിക്കും കേട്ടോ, ആൾക്കാരെ വെറുപ്പിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു റൂമിനകത്തിരുന്ന് നമ്മളൊരു സാധനം അപ്പൊ തന്നെ ജനങ്ങൾ കാണും. അപ്പൊ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തില് ഇപ്പം ഞാനെ പോലെയുള്ള കുറെ ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു കോമഡിയിലോട്ട് വരാൻ കാരണം നമ്മുടെ കോമഡി താരമായി ലേഡി സൂപ്പർ സ്റ്റാർ കോമഡിയുടെ എന്താ അല്ല അന്ന് ആരും വരാത്തോണ്ട് മടിയായിരുന്നു, ഉണ്ടായിട്ടില്ലാത്ത കാലം. അല്ല അപ്പൊ എങ്ങനെയാണ് പേടിയുണ്ടോ ഇവരൊക്കെ കൂടെ കോമഡി ചെയ്തിട്ട്? ഞാൻ കൊച്ചിൻ കലാഭവനിലായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് റഹ്മാൻ ഖാൻ ആദ്യമായിട്ട് ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു മിമിക്രി കാസറ്റ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് യൂസഫ്, ജാഫർ ഇവരെല്ലാരും ഉണ്ടല്ലോ. ജോക്സ് ഇന്ത്യ കലാഭവൻ ട്രൂപ്പ് കൂടാണ്ട് പുള്ളി ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാസറ്റ് ഇറക്കുന്നത്. ആ സമയത്ത് ഞാൻ കലാഭവനിൽ ഉണ്ടായത് കൊണ്ടാണ് തെസ്നി വന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇവരുടെയൊക്കെ ഭാര്യ, കാമുകി, അമ്മ, അമ്മൂമ്മ എന്നൊക്കെ. അപ്പൊ ഒരു അതിന് പകരം ഒരാള് ആരും വന്നിട്ടില്ല മുമ്പോട്ടേക്ക് അത് ചെയ്യാൻ വേണ്ടി. ദേവിചന്ദന് ഡാൻസർ ആയിരുന്നു, പ്രസാദേട്ടനാണ് കോമഡി താരമാക്കി മാറ്റിയത് അല്ലേ. അങ്ങനെ പിന്നെ ഉള്ളത് മിമിക്രിക്ക് അന്ന് ഉണ്ടായിരുന്നത് പ്രസീത മേനോനായിരുന്നു. അവള് പിന്നെ സൗണ്ട് മോഹൻലാലിന്റെ അല്ലെങ്കിലും ലാലേട്ടന്റെ സ്റ്റൈലിലാണ്. അതെ എല്ലാം ചെയ്യും, പക്ഷെ അതിന് യാതൊരു സാമ്യവും ഇല്ല സൗണ്ടില്. പക്ഷെ അതിനുള്ള ഗഡ്സ് ആ കുട്ടിക്ക് അന്ന് ഉണ്ടായി.
റിട്ടയർ ആയോ അതോ ഇനിയും ചെയ്തോളൂ? ഇതിനെ ഓണമായിട്ട് ഞാൻ പിടിക്കും. ഒരു മനുഷ്യനോട് ചോദിക്കണം റിട്ടയർഡ് ആയിരുന്നു. എന്നിട്ട് വേണം അവിടെ വല്ല കേറി പറ്റാതെ. എന്തിനാ സരിക കയറി പറ്റുന്നത്? സരിക ഒന്നാമത് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു, നല്ല ആർട്ടിസ്റ്റ് ആണ്, എല്ലാം ചെയ്യുന്ന കുട്ടിയാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ വന്ന എല്ലാവരും, ഞാൻ പറയട്ടെ, ദേവി ആയാലും സുബി നമ്മുടെ വിട്ടു പോയി, ദേവി ആയാലും ഇപ്പം സരിക ആയാലും നമ്മുടെ രശ്മി ആയാലും സൗമ്യ ആയാലും എല്ലാവരും തെളിയിച്ചു കഴിഞ്ഞു. അവര് ഏത് ക്യാരക്ടർ കൊടുത്താലും ചെയ്യും. എല്ലാ ഇപ്പം ഭയങ്കര കഴിവുള്ള കുട്ടികളപ്പോൾ. പക്ഷെ അതിനൊക്കെ കാരണക്കാരി ആരാ? മാത്രല്ലേ നമ്മൾ തുടക്കത്തിലേ ഇൻട്രോ എന്ന് പറയുന്ന വിഷയം ആവശ്യമില്ല. അതെ അതെ യൂസഫ് ഇത് തെസ്നി കഴിഞ്ഞു. ശരിക്കും കോഴിക്കോട് പിന്നെ അവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ. കോഴിക്കോടാണ് എന്റെ പ്രോപ്പർ, ഞാൻ ജനിച്ചതൊക്കെ കോഴിക്കോട്ടുകാരിയാണ്. നമ്മള് കുറച്ചു നേരം ഭാഷയിൽ ഇവരെന്താ ഇവിടെ കുത്തിരിക്കുന്നത്? ഓരെന്തൊക്കെ പറയും നമുക്ക് അറിഞ്ഞു. ഇവരെന്താണ് പറയുന്നില്ല. നമ്മളവിടെ ഓണത്തിന് ഇത് ഞങ്ങൾക്ക് മനസ്സിലാകും, മനസ്സിലാകാത്ത പോലെ. ഇപ്പം കോഴിക്കോട് എന്ന് പറയുന്നത് എന്താ പറയുക, ജനകീയമായിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പൊ ഭയങ്കര പഴയ പോലെ കാസർഗോഡ് മാത്രമേ ലാംഗ്വേജിന്റെ കാര്യത്തിൽ. കോഴിക്കോട് ഇപ്പൊ ഭയങ്കര എന്താ പറയാ, എറണാകുളത്തിലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിന് ഒരു പേരുണ്ട്, അറിയോ? കാസർഗോഡിനോ? ഈശ്വരാ, അല്ല അതല്ല, കാസർഗോഡിന് വന്നുകൊണ്ടാണ് പറഞ്ഞത്. കാസർഗോഡിന് ഒരു എന്താ പറയാ ഒരു പേരുണ്ട്. ഞാൻ നീലേശ്വരത്ത് താമസിച്ചു വന്നിട്ട് ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ഇനി എന്നിട്ട് നിങ്ങൾ കാസർഗോഡ് തൊട്ടടുത്ത് കിടക്കണം, നീലേശ്വരത്ത് കിടക്കുന്ന കുട്ടിക്ക് അറിയില്ലേ കാസർഗോഡിന് ഒരു പേര് ഉണ്ട്? ചീത്തപ്പേരാണോ? ചീത്തപ്പേര് നിങ്ങൾ ജനിച്ചാണ്, നിങ്ങളുടെ നാട്ടിനാണ്, പാലക്കാടിനാണ്. പിന്നെ അറിയില്ല അറിയില്ല കേട്ടോട്ടോ. സപ്തഭാഷാ സംഗമം. ജന്മനാട്ടിൽ നമ്മൾ ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. ഞാൻ കോഴിക്കോട്, ഞാൻ അതിലേ പാസ് ചെയ്യുന്ന സപ്തഭാഷാ സംഗമം എന്ന് പറയുന്നത് മലയാളത്തിലാണ്. സപ്തഭാഷാ സംഗമം പല ഭാഷകളും കൂടി കൂട്ടി സപ്തഭാഷാ സംഗമം. എല്ലാ ഭാഷകളും കൂടി സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് 7. അപ്പൊ 7 ഭാഷകൾ അവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് സപ്തഭാഷാ സംഗമം എന്നറിയപ്പെടുന്ന കാസർഗോഡാണ്. പ്രേക്ഷകർക്ക് പുതിയ അറിവാണ്. പ്രേക്ഷകർക്കൊന്നും അല്ല, നിങ്ങൾക്ക് പുതിയ അറിവാണ്. പ്രേക്ഷകർക്ക് എല്ലാം അറിയാനുള്ള അതെടുത്ത് പ്രേക്ഷകരല്ലേ എന്റെ സുഹൃത്തുക്കൾക്ക് പുതിയ ബാപ്പ്. നമ്മളെ ആള് മാറിപ്പോയിട്ടോ. നമ്മള് വേറെന്തൊക്കെയോ വിചാരിച്ചു. പേരുണ്ടോ? പാലക്കാട് വേറെ പേരില്ല. പാലക്കാട് കോയമ്പത്തൂരിന്റെ അടുത്തുള്ള സ്ഥലം. ഞങ്ങളുടെ ആലപ്പുഴക്ക് ഒരു പേരുണ്ടറിയോ? അറിയോ തെസ്നി? നമ്മള് ആലപ്പുഴക്ക് ഇല്ല ഒരു പേരും പഠിച്ചു വെച്ചിട്ടേ സ്വന്തം ഞങ്ങൾ ഒറ്റ പേര് മാത്രമേ പഠിച്ചു വെക്കുള്ളൂ. അതിന്റെ ഇടയിലേ ഇരട്ടപ്പേരൊന്നും ഞങ്ങൾ പഠിപ്പിക്കാൻ. ആലപ്പുഴക്ക് ഒരു പേരുണ്ട്, എന്താണ്? ഞാൻ പറയാം, എന്താണ് ആ പടത്തില് ഉണ്ടായിരുന്നല്ലോ? വേണ്ട ഓട്ടാ, ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നാണ്. കിഴക്കിന്റെ അപ്പോൾ നിങ്ങൾ അറിവിന്റെ നിറകുടങ്ങളാണെന്ന് മനസ്സിലായി. ഓക്കെ, ക്വിസിന്റെ മത്സരം കഴിഞ്ഞു. അടുത്ത് ഇനി കോമഡിയിലേക്ക്. ഇനി കോമഡി. അപ്പൊ നമ്മൾ കോമഡിയിലൂടെ വന്നു അല്ലേ? നമ്മൾ കോമഡിയിലൂടെ എന്ത് നേടി? ഞാനും ചോദിക്കട്ടെ, പലരും ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മള് കോമഡി ചെയ്തിട്ട് വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, അല്ലെ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്നു ഒക്കെ ഇതല്ലേ? വേറെ ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ആണോ? അറിയില്ല ഇനിയിപ്പോ അല്ലെ? വേറെ ഒരു സൈഡ് പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സൈഡ് പണിയൊക്കെ നടത്തിയാണ്. അതിന് ജീൻസിന്റെ ഒക്കെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വെട്ടിപ്പോയ കാര്യമൊക്കെ ഇനി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയൊരു സംഭവമല്ലേ, എത്രയോ പേരെ നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ വെറുപ്പിച്ചിട്ടുണ്ട്, രണ്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് ഒരു ചെറിയ കഴിവല്ല അത്. അതെ, ആദ്യമായിട്ട് ചിരിപ്പിച്ചിട്ട് ചേട്ടൻ എന്താണ് ആദ്യമായിട്ട് ചിരിപ്പിച്ചിട്ട് എന്ന് പറയുമ്പോൾ ചിരിപ്പിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. 10 രൂപ എനിക്ക് 100. 10 രൂപയും ഡബിൾ ഓംലേറ്റ്. എനിക്ക് 75. അല്ല 75 തന്നെ ഗാനഭൂ, 75 ഡാൻസിനും കലാപോലെ അച്ഛൻ തന്നിരിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ടാണ് 75 രൂപ? ഡാൻസ് പോട്ടെ, 30 രൂപ. ബാക്കി സ്കിറ്റ് 15 രൂപ. 55. പിന്നെ ട്രാവലിംഗ് ബസിന്റെ പൈസ എനിക്ക് കിട്ടിയ പോലെ തന്നെ 10-15 രൂപ കിട്ടിയിട്ടുള്ളൂ. ആദ്യം കിട്ടിയ 10 രൂപ. 10 രൂപ
ഓ എന്ന് പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് എന്താ ഇന്നത് വലിയ 10,000 10,000 രൂപ. ഇത് പോരാ ബോക്സും ചുമക്കണം തിറക്ക് ബോക്സ് ഒന്നും ഇല്ലായിരുന്നു, കണ്ടുപിടിച്ചിട്ടില്ല. അതും കൂടെ വേണം. മാറി പറഞ്ഞാൽ പക്ഷെ സിനിമയ്ക്ക് നല്ല 2,000 രൂപ കിട്ടി ഫസ്റ്റ് ആദ്യത്തെ എമൗണ്ട്. എനിക്ക് പരസ്യം അഭിനയിച്ചതിന് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കണത്. അതെ 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 പരസ്യത്തിനാണ് അത് ആദ്യം. എല്ലാവർക്കും അതായിരിക്കും. ഞാൻ ഒരു പറയാം കേട്ടോ, ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവം ഉണ്ട്. പരസ്യത്തിന് വിളിച്ചപ്പോൾ നമുക്കറിയാലോ, അന്ന് എനിക്ക് ഹരിശ്രീയിൽ ഏകദേശം 350 രൂപയാണ് എൻ്റെ ശമ്പളം. ഹരിശ്രീ മാനേജർ പരിപാടിയും കൂടി നടത്തിയതിന് ശേഷം വെറും 350 രൂപയാണ് നമ്മൾ അന്നത്തെ 350, ഇന്നത്തെ ഒരു 30 കിട്ടും 30. അപ്പോൾ ഒരു പരസ്യക്കാർ വിളിക്കണം എന്നാ, ഒരു പരസ്യമുണ്ട് ആലപ്പുഴയിലാണ്. അപ്പോൾ നമ്മുടെ കരിമാടിക്കുട്ടിൽ നായികയുണ്ട് നന്ദിനി. അത് ഞാനൊരു സെക്യൂരിറ്റി ആയിട്ടാണ്, മീശയൊക്കെ വെച്ച് കപ്പട മീശയൊക്കെ വെച്ചിട്ട് ഞാനാണ്. അപ്പോൾ നന്ദിനിയുടെയും കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ആയിട്ടാണ്. അപ്പോൾ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചോ 350 350 രൂപ മേടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 2,000 രൂപ കിട്ടും, പരസ്യമൊക്കെ അല്ലേ, അപ്പോൾ പരസ്യത്തിന് കൂടുതൽ കാശ് കിട്ടുമെന്നുള്ളത് ആരും പറഞ്ഞിട്ടുണ്ട്. 2,000 എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. 2,000. അപ്പോൾ ഒരാൾ ഒരു വൗച്ചറുമായിട്ട് വന്നു, കാറിനോട് വെച്ചിട്ട് യൂസഫ് ഒന്നിപ്പെടും. അപ്പോൾ ഞാൻ ആ വൗച്ചറിൽ ആദ്യത്തെ അക്കത്തെ നോക്കിയപ്പോൾ 1 കണ്ടത്. അപ്പോൾ ഞാൻ 1,000 കുഴപ്പമില്ല, ഞാൻ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒപ്പൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒരു കുത്തു നോട്ട് 100 എൻ്റെ കയ്യിലേക്ക് വെച്ച് നിൽക്കണം. ഞാൻ ഞെട്ടിപ്പോയി. 10,000 രൂപ. ഞാൻ അപ്പോഴാണ് വൗച്ചറിലേക്ക് 10,000. എനിക്ക് തലകറക്കണോ എന്താണോ എന്ന് സംഭവിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വെപ്രാളം കിട്ടപ്പോൾ അയാൾ ചോദിക്കണേ എന്തേ കുറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി നന്ദിനിക്ക് കൊടുക്കണം, മാറിയാമതി. എനിക്ക് മതി, ഞാൻ പോയിക്കോട്ടെ എനിക്ക് പ്രാളമായി പോയി. പോയിട്ട് സോറി ഒരു 0 കൂടിപ്പോയി അല്ല അവിടെ ഇന്റർവ്യൂ കേട്ടിട്ട് അവര് അവിടെ നിന്ന് തിരിച്ചു മേടിച്ചാലെന്ന് ചോദിച്ചിട്ടേ ഞാൻ ടെൻഷൻ എടുത്തില്ല. ചിലപ്പം ഒരു 0 കൂടി അറിയാണ്ട് അങ്ങനെ ആകാൻ സാധ്യത. അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും എനിക്ക് ചേർത്ത്. എന്തിനാ ഇപ്പൊ വണ്ടി കൊണ്ടാക്കും കേട്ടോ. അപ്പൊ ഇത്രയും വെയിറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ 10,000 രൂപയും പിടിച്ചിട്ടുണ്ട്. ഞാൻ അത്ര ആദ്യമായിട്ടൊരു 10,000 രൂപ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അതാണ് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു വളർച്ചയുടെ ആദ്യത്തെ പടിയല്ല. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വരെ എത്തി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് വരെ നമ്മുടെ കഷ്ടപ്പാടിന്റെയാണ് ഇതൊക്കെ. അല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മള് മാത്രമല്ല നമ്മുടെ ഈ കോമഡി കൊണ്ട് കുറെ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബുക്ക് ചെയ്തവരും. എന്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒരു സംഘാടകൻ വിളിച്ചിട്ട് പരിപാടി കഴിഞ്ഞിട്ട് 6,000 രൂപ ഒക്കെ പരിപാടി കാശൊക്കെ തന്നു. എന്നിട്ടൊരു അപ്രീഷിയേറ്റിംഗ് എന്താണ് നിങ്ങളുടെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ ടിക്കറ്റ് വെച്ച് എടുത്താൻ കൊള്ളൂല. മുഖത്ത് നോക്കി അതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല അതാണ് അല്ല നമ്മൾ മിമിക്രിക്കാരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും നമ്മൾ തളരില്ല. സ്റ്റേജ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും രസകരമായിട്ട് നമ്മൾ ശമ്പളമൊക്കെ കിട്ടിയ എങ്ങനെയാണ് തെസ്നി ആദ്യമായിട്ട് എന്താണ് കിട്ടിയ ക്യാഷ് കൊണ്ട് വാങ്ങിച്ചത്? സ്വർണ്ണമാണോ വണ്ടിയാണോ? 150 രൂപ 75 രൂപയ്ക്ക് എന്ത് സ്വർണ്ണം അന്നൊരു ഫോൺ കിട്ടും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല എന്റെ ഉപ്പച്ചി മാജീഷ്യൻ ആണല്ലോ. അപ്പൊ മാജിക് എന്ന് പറയുമ്പോൾ അന്ന് ഇപ്പം 1 man ഷോ ആണെങ്കിൽ കിട്ടാൻ പോണത് എന്റെ ഉപ്പച്ചിക്ക് സാധാരണ കിട്ടുന്നത് അന്ന് 1,500 രൂപ അത്രയ്ക്ക് കിട്ടുള്ളൂ 1 man ഷോയ്ക്ക്. അപ്പം ഞാൻ കൂടി അങ്ങ് കൂടുന്ന സമയത്ത് കുറച്ചും കൂടിയും പൈസ ഉണ്ടാവുമല്ലോ. അപ്പം വീട്ടിൽ റെന്റ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതാണ് മെയിനായിട്ട്. പിന്നെ പലചരക്കട എന്ന് പറയുന്നത് ഒന്നായിട്ടേ മേടിക്കുള്ളൂ, മാസത്തിലല്ലേ കൊടുക്കുക അന്നൊക്കെ. അപ്പം മമ്മിയുടെ കയ്യിൽ ഏൽപ്പിക്കും പലചരക്കടയിൽ. അത് വെച്ചാൽ ഒരു മാസം 50 രൂപന്റെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. അത്ര മതി നമുക്ക് അക്കാലത്ത്. ഞാൻ പക്ഷേ പൊറോട്ടയും ബീഫും 35 രൂപ തീർന്നു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് മിമിക്രിയിൽ നിന്ന് കിട്ടിയ കൊണ്ടുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു ചെറിയൊരു സ്കൂട്ടറാണ്. പിന്നെ ഒരു ചെറിയൊരു ബൈക്ക് വാങ്ങി, TVS. അതിനുശേഷം എനിക്കൊരു ആഗ്രഹം, 2 വീലേ പോയി മടുത്തു. 4 വീലേ പോയാലൊരു സുഖമല്ലേ? എല്ലാവരും പറയുന്നു ഒരു കാർ മേടിക്കൂ. ഞാൻ അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു, ഒരു മാരുതി. 35,000 രൂപ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ. ഈ കാറ് കാരണം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, അത് വേണമെങ്കിൽ ഒന്ന് പറയാം. ഈ കാറ് ഞാൻ ഓടിച്ച് ആദ്യത്തെ ഒരാഴ്ച ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈറ്റ്ല ജംഗ്ഷൻ കാണാൻ പാടില്ല എന്റെ വണ്ടിക്ക്. വൈറ്റ്ല ജംഗ്ഷൻ തമ്മനം മറ്റേ ട്രെയിൻ പോണ ഇതുണ്ടല്ലോ റെയിൽവേ ക്രോസ്, ഇത് 2 കൂടി എന്റെ വണ്ടിക്ക് പോകാൻ പാടില്ല. ഇഷ്ടമല്ല എന്റെ വണ്ടിക്ക്. വൈറ്റ്ല ജംഗ്ഷനിൽ 4 വരി പാതയിൽ നിന്നാ താല്പര്യമില്ല, അവിടെ ഓഫാവും. വേറെ എവിടെ കുറെ കിടന്ന് വണ്ടിക്കാർ ഇടമാറ്റിടാം ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്ട് എന്റെ താക്കോല് വരെ ചൂടായിട്ടുണ്ട്. പഴുത്തിട്ട് സ്റ്റാർട്ടാൻ കഴിഞ്ഞിട്ട് വരികയല്ല. പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് സാന്ത്വനപ്പെടുത്തിയൊക്കെ കൊണ്ടുപോകും. വണ്ടിയുടെ ഒരു വലിയ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ടൊയോട്ടയുടെ എറ്റിയോസ് എന്നിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ആ വണ്ടി മേടിച്ചിരുന്നു. ബാക്കിൽ മറ്റേ ഡിക്കൊക്കെയുള്ള ആദ്യത്തെ വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പം, ടൊയോട്ടയുടെ വണ്ടിയാണ്. ഇതിനകത്തുള്ള എന്തോ ഒരു സ്മെല്ല് അട്രാക്ട് ചെയ്തിട്ട് എലി കയറും. അപ്പോൾ ഒരു ദിവസം
വൈകിയെ തന്നെ എലി കയറും. അപ്പോൾ എലി കയറുന്നു, കടിച്ചു മുറിക്കുന്നു, എലി കയറുന്നു, ഇതിനകത്തിരിക്കുന്നു, എലി ഉള്ളിൽ കൂടെ ഓടി പോകും. ഇങ്ങനെ എലിയുടെ പ്രശ്നം എന്നും വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ അന്ന് എലി കയറി കഴിഞ്ഞ് ഇതൊന്നും കറണ്ട് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 8,000 ബില്ല് വരും. അപ്പോൾ അവർ പറഞ്ഞ് ഇതിന് ഇൻഷുറൻസ് ഇല്ലെന്ന് പറയും. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഒരാഴ്ച ഞാൻ എന്തോ ഒരു പ്രോഗ്രാമിന് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എലി അതിനകത്ത് സ്മെല്ല് നോക്കിയപ്പോൾ എലി പ്രസവിച്ചിരിക്കുന്നു. എന്നിട്ട് 3 കുട്ടികൾ. ഞാൻ നോക്കിയപ്പോൾ ചെറിയ 3 കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരച്ചിലെ കാര്യങ്ങളൊക്കെ. ഞാൻ നേരെ അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അന്ന് 18,000 രൂപ ബില്ല്. ഇത് എൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് ഞാൻ കൊടുത്ത ആകെ 6,000 രൂപ. ഈ 3 കുട്ടികളെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ചില വണ്ടികളുടെ പ്രത്യേകത, ആ വണ്ടി പിന്നെ കൊടുക്കേണ്ടി വന്നു. 1 വർഷം തയ്ച്ചില്ല. ഈ കോമഡി അല്ലാതെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷീലാമ്മയുടെ വെറുതെ മാസ്റ്റർ പീസ് ആണ് പിന്നെ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷനും കൂടിയാണ്. എനിക്ക് തോന്നുന്നു അത് കോമഡിയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഫീൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഞാൻ പറയാം. ഇവിടെ പറയാൻ പറ്റുമെന്നല്ലോ. എനിക്ക് ഇതുപോലെ എന്തോ ഇരിക്കുക എനിക്കൊന്ന് യൂസഫൊക്കെ എന്നെ വേദിയിൽ പറഞ്ഞെടുക്കുക. അപ്പൊ നമുക്കത് എല്ലാവരും അറിയുമ്പോൾ നമുക്കതൊരു ഷോക്കിനെ നമുക്കൊന്നും ആൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. അതായത് യൂസഫൊക്കെ പണ്ട് പറയും എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും ആരും ഒന്നും പറയാതെ ഒന്നും ചോദിക്കാതെയൊക്കെ ഒരിക്കൽ ഒരാൾ വിളിച്ചിട്ട് ഇതങ്ങ് വെച്ചോ, എന്റെ ഒരു സ്നേഹ സമ്മാനായിട്ട് വെച്ചോ എന്ന് പറഞ്ഞു ചേച്ചി. ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം എന്നും മനസ്സിലുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര ഒറ്റ കുഴപ്പമുള്ളൂ, സ്നേഹം കൂടുന്നോണ്ട് പെട്ടെന്ന് വഴക്കിട്ടടി അടുത്താണ് ഞങ്ങൾ കൈ കൊടുത്തത്. അങ്ങനെയെന്നറിയോ, വഴക്കിട്ട് രണ്ടുപേരും പൊരിഞ്ഞ വഴക്ക്, ചീത്ത പറഞ്ഞ് മറ്റവളെ സഹിച്ചു, എല്ലാം കേട്ടു. എല്ലാം കേട്ടു. ഞാനൊരു വീഡിയോ ഇട്ട് എന്നെ ഒരു ഇൻസൾട്ട് പോലെ പറഞ്ഞപ്പോ ഞാനൊരു വീഡിയോ ഇട്ട് അത് സഹിച്ചില്ല. പിന്നെ എനിക്കുള്ള പൂര തെറിയും പക്ഷെ ഒക്കെ മിണ്ടാണ്ട് കേട്ടു. എനിക്കറിയാം എന്തെങ്കിലും കാണൂല. പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മയുടെ ഇലക്ഷനാണ് കാണുന്നത്, നമ്മുടെ മാടെ ഇലക്ഷനെ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ അവിടെ യൂസഫ് നിൽക്കുന്നു, ഇവിടെ ഞാൻ നിൽക്കുന്നു. ഞാനൊരു ലുക്ക് കൊടുത്തോളൂ. അപ്പം ചിരിക്കണോ വേണ്ടിയോ? അപ്പൊ ഞാനും അങ്ങനെ ചിരിക്കണോ വേണ്ടിയോ? പിന്നെ ചിരിച്ച് പിന്നെ നോക്കുമ്പോ കണ്ണുകൾ രണ്ടും നിറഞ്ഞ്, കണ്ണങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ഇലക്ഷൻ ആണല്ലോ, എനിക്ക് വോട്ട് ചെയ്തു. എന്നിട്ട് എനിക്കത് ഇതെടുത്ത് അയച്ചത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. കാരണം നമുക്കൊരു വിഷമം ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മള് അങ്ങനെ ആ ഒരു സ്നേഹങ്ങളില്ലല്ലോ. കാരണം ഞാൻ തെസ്നിക്കും ജോർജിനൊക്കെ വേണ്ടി സംസാരിച്ച ആളാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുമല്ലോ, ഒക്കെ ചെയ്തോ. ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മാട അറിയാലോ, നമ്മളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണല്ലോ. അപ്പം ഇതുവരെ എക്സിക്യൂട്ടീവ് മെമ്പർ ഒന്നും ആയിട്ടില്ലല്ലോ നമ്മള്. അപ്പം അത് ചോദിച്ചിട്ടൊന്നുമില്ല, അത് പിന്നെ അവരുടെ ഇഷ്ടത്തിനാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും യൂസഫ് പറയും തെസ്നി എന്താ വരാത്ത? ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് അവര് തീരുമാനിക്കുന്നത് വരുമ്പോ വരാം. പക്ഷേ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റി. ഭയങ്കരമായിട്ട് അപ്പൊ നീയൊക്കെയാണ് ഏറ്റവും കൂടുതൽ തന്നെ, സരികയാണ് ഏറ്റവും കൂടുതൽ തന്നെ. ചേച്ചി ഞാൻ പറയട്ടെ, എന്തായാലും ചെറിയൊരു മറ്റേ 1 വർഷമായിട്ട് ഉടക്കിയതിന്റെ ഒരു ചെറിയ പകയുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കത്തി എടുത്ത് അങ്ങോട്ട് കുത്തിക്കളി എന്തെങ്കിലും പകരം ഷീലാമ്മയുടെ റോളിൽ ഞാൻ നസീറാകാം. അതല്ലേ ഞാനും ആക്ച്വലി കണ്ടിട്ടില്ല. അതെ, നമുക്കൊന്ന് കാണാം. ഞാൻ ആർച്ചയാണെങ്കിലും നേർച്ചയാണെങ്കിലും കാര്യം പറയൂ. കത്തി കൊണ്ട് നിങ്ങളെ ഞാൻ കുത്തിയിറക്കും. കത്തി കൊണ്ട് എന്നെ കുത്തിയാൽ ആർച്ചക്ക് തന്നെ കുത്തുകൊള്ളും. അതെന്താണെന്നോ, ആർച്ച ഡോർ തുറന്നു വന്നപ്പോൾ തന്നെ ആർച്ച എന്റെ നെഞ്ചിൽ കയറി. അതുകൊണ്ടാണ് പറഞ്ഞത് ആർച്ച എന്റെ നെഞ്ചിൽ കുത്തിയാൽ ആർച്ച തന്നെ കുത്തുകൊണ്ടിരിക്കും. അത് ഇടക്ക് മാട്ട കയറി പോയി. ആർച്ച തന്നെ പ്രേംനസീർ പോയി, അച്യുതാനന്ദൻ അതിന്റെ ഇടയ്ക്ക് കയറി. അതിന്റെ ഇടയ്ക്ക് ഒരു ഇടർച്ചയുണ്ട്. കറക്റ്റാണ്. നസീറിന് ഇടർച്ച അതിന്റെ ഒരു കുഴപ്പമായിരുന്നു, ഇതൊരു തളർച്ച. നമ്മളിപ്പോ പറയുന്ന വിഷയത്തിൽ വിട്ടുപോയി. നമ്മള് കഥകളൊക്കെ പറഞ്ഞു നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ഈ പറഞ്ഞ പോലെ ഏത് ക്യാരക്ടർ ചെയ്താലും അവസാനം ആ പള്ളിയിലച്ഛന്റെ ഒരു ഇതിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് വന്നിട്ട് പള്ളിയിലച്ഛൻ ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണം.
കർത്താവേ, ഈ ഓണമായിട്ട് ഈ കുഞ്ഞാറ്റകളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഓണാശംസകള്. ഷാജുൻ ഓണാശംസകള്. തസ്മീഖാൻ ഓണാശംസകള്. പള്ളിയിലെ ഈ വള്ളംകളി ഇപ്പൊ ഓണം പ്രമാണിച്ച് വള്ളംകളിയാണല്ലോ. ഇപ്പൊ വള്ളംകളിനെയൊക്കെ കുറിച്ച് പറയുന്നത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞാണ്. എല്ലാവർക്കും എന്റെ തിഥിതാരോ തിഥിതൈ തിഥൈ തക്കതൈതോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ തിഥിതാരോ തിഥിതൈ തിഥൈ തക്കതൈതോ. അതെ, അങ്ങനെ കുറെ പറയുമായിരുന്നു. പിന്നെ അച്ഛന്മാരുടെ ചെറിയൊരു ക്വാളിറ്റി കണ്ടിട്ടുണ്ടോ? അച്ഛന്മാര് ഒരുപാട് സ്ഥലങ്ങളിൽ പോകും എന്നുള്ള പറയുന്നത്. ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോ ലണ്ടനിലേക്ക് പോയിരുന്നോ, രാജ്യങ്ങൾ ചേർന്ന് അങ്ങനെ മോർഫായിട്ട് പള്ളിയിലച്ഛനിൽ നിന്നും എങ്ങനെ നിങ്ങൾ വർഷങ്ങൾ അതെ അല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞു തന്നെ അല്ലെങ്കിൽ അതായത് അങ്ങനെ കുറെ പറഞ്ഞു തന്നെ പിന്നെ നമ്മളേലാകുമ്പോ വേറെ വ്യത്യാസമുണ്ട്. നമ്മളേലാകുമ്പോ ഏറ്റവും വലിയ ഒരു ഗായകനൊന്നും അറിയാത്ത അമേരിക്കയിലേക്ക് ഒരു ഷോയ്ക്ക് പോകുമ്പോ നമ്മള് പഴയ പ്രേംനസീർ അല്ലെങ്കിൽ സത്യമാഷം കാണിക്കുമ്പോ പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് മാറിപ്പോയി. നമ്മളിപ്പോ പഴയ ഐറ്റം പുതിയ ഐറ്റം എന്ന് പറയുന്നില്ല. ഇത് അദ്ദേഹം ഇപ്പോഴും ആ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു മുത്തുകവും പറഞ്ഞൊരു മോഹൻലാലിന്റെ പകുതി മുഖം ഷാജുവിന്റെ പകുതി മുഖം ഒരു മനുഷ്യ അറിഞ്ഞില്ല. കറക്റ്റ് മോഹൻലാലിന്റെ പോലെ തന്നെ ത്രൂ ഔട്ട് തേമാവിന്റെ ഒരു മുത്തുകവും സാധനം എന്ത് ഭയങ്കര ഹിറ്റ്. അതിലൂടെ ഷാജു അങ്ങ് കെയർ ചെയ്ത ആള് കസറി. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോലും ആക്ച്വലി ഈ പറയുന്നതിന്റെ ആളുകളെ ചിരിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും പെടുന്ന ഒരു പാടുണ്ടല്ലോ. ഒരാള് ചിരിക്കണമെങ്കിൽ പെടുന്ന പാടെന്താ? ഭയങ്കര പാടാണ്. അത് തന്നെ അമേരിക്കയിലൊക്കെ പ്രോഗ്രാമിന് പോയി ആരും ചിരിക്കൂല പണ്ട്. ഇങ്ങനെ അല്ല, അവര് ചിരിക്കാത്തത് അവര് ഇങ്ങനെ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ പോയി ഭാര്യനെ പറഞ്ഞ് ചിരിക്കും. വീട്ടിൽ പോയി എന്താണ് യൂസ്? അവിടെ പിന്നെ വളിപ്പാന്നാ പറയാ തമാശക്ക്. അമേരിക്കയിലെ ഒരു മിമിക്രിക്കാരെ ഇഷ്ടമുള്ള ഒരു അച്ചായൻ മിമിക്രി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഞാനും ജാഫറും ഞങ്ങൾ രാഷ്ട്രീയ കലാഭവനിൽ എല്ലാവരും കൂടി ഇങ്ങനെ പ്രോഗ്രാമിൽ പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് CD കൊണ്ടുപോയി. ഓണപ്പാട്ടും കലാഭവന്റെ ഓണപ്പാട്ടും ഞങ്ങളുടെ CD കൊണ്ടിട്ട് ഞാനും ജാഫറും കൂടി വിൽക്കാൻ തുടങ്ങി. ഷൈജോടിമാരി ഞങ്ങൾ കൂടിയൊക്കെ ഒരു മേശയൊക്കെ ഇട്ട് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇടുക്കിയിലാണ് ഇടിച്ചത്. ഞാനൊക്കെ പുറത്ത് കിടന്ന് വിൽക്കും. ജാഫർ ഇടിക്കുന്ന മേശയിട്ട് അടിച്ചോടത്തിൻ്റെ ഫ്രണ്ടിലിട്ടേക്കുക. ഒരു അച്ചായം വന്നിട്ട് $100 ജാഫർ ഇടിക്ക്. അപ്പോൾ ജാഫർ ഇടിക്ക് ഒരു കാസറ്റും കൊടുത്ത് ബാക്കി $95 കൂടി കൊടുത്തപ്പോൾ മിമിക്രിക്കാരനല്ലേ അതെ എടുത്തോ. $100 എന്ന് പറഞ്ഞാൽ 6000 രൂപ, 60,000. ഷൈജോടി മാലിക്കും 100, സോളമന് 100, എല്ലാവർക്കും. അതായത് മിമിക്രിക്കാർക്ക് മാത്രം, നാട്ടുകാർക്കൊന്നുമില്ല. മിമിക്രിയാണോ എന്തെങ്കിലും ഉണ്ടല്ലോ ചായ. ആ മിമിക്രിക്കാരെ ഇത്ര ഇഷ്ടമുള്ള അച്ചായൻ. ഞാനിടോ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പുറത്ത് ഇങ്ങനെ അടിച്ചു പുറത്തൊക്കെ ഇങ്ങനെ കച്ചവടം നടത്തി വിഷമിച്ചു വന്നപ്പോൾ ഷൈജു വന്നിട്ട് യൂസഫ് ഇങ്ങനെ അച്ചായൻ്റെ അടിക്ക് ചെന്ന് $100 കിട്ടും. അച്ചായൻ മിമിക്രിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയണോ അപ്പോൾ പറയും. പിന്നെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി മാറി നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ പോയി ചോദിക്കാന്ന് പറയുന്നത് നാണക്കേടല്ലേ. ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മേടിക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ അപ്പോൾ ഷൈജു അപ്പം ഞാൻ അച്ചായനെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെല്ലടാ അച്ചാണ്ടിക്ക് ചായ ഞാനും മിമിക്രിക്കാരനാണ്. ആണോ തുറന്നു നോക്കിയപ്പോ തീരുന്നടാ. ഞാൻ ചോദിക്കുകയും ചെയ്ത് നാണക്കേട് വായ്പോയി. ഇനി എൻ്റെ $100 എനിക്ക് വണ്ടിക്കൂലി വേണം. വണ്ടിക്കൂലിയല്ല, പുള്ളിക്ക് എന്തോട്ടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് പുള്ളി ടാക്സിക്ക് പോകാൻ വേണ്ടി വെച്ചേക്കണ ആ ഒരു $100 നോട്ടേ ഉള്ളൂ. ഞാൻ ചോദിച്ചു ചമ്മയും ചെയ്ത് എനിക്കിട്ട് കിട്ടിയില്ല. ഞാനപ്പോൾ തിരിച്ചയ്യടാ ചോദിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റേ ഒരാൾ ജേക്കബേ എങ്ങോട്ടാ പോണം? എൻ്റെ വണ്ടി കംപ്ലൈന്റാ, ഞാൻ ടാക്സി വിളിച്ചു പോകണം. അതെന്തിനീ എൻ്റെ വണ്ടി കയറാമല്ലോ. ഒരു ദൈവദൂതനെ പോലെ ഒരു അച്ചായം വന്നു. അപ്പൊ തന്നെ പോയ എന്നെ തിരിച്ചു വിളിച്ചിട്ട് യൂസഫ് കം പിടിച്ചോ, എനിക്ക് വണ്ടി ഗിഫ്റ്റ് മറ്റേ വണ്ടിയൊക്കെ എന്നെ കൊണ്ടുകൊണ്ടു. $100 എനിക്കും കിട്ടും. എവിടെ ചായമാർക്കും ഈ മ്യൂക്രി അല്ലേ എല്ലാവിധ ആശംസകളും തരുന്നു. $100 എന്ന് പറഞ്ഞാൽ 6000 രൂപയാണ്. ഇങ്ങനെ അത് മാത്രമല്ല, ഇന്നും മിമിക്രിക്കാരെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ വിദേശത്ത് ഭയങ്കര ജീവൻ അവർക്ക്. ഇപ്പോഴും യൂസഫിന് എന്തോരം സുഹൃത്തുക്കളുണ്ടെന്ന് ചോദിച്ചു നോക്കിയാൽ സത്യം
ഇല്ലേ? പിന്നെ ഷിയാസ്ക്കാണ് ഏറ്റവും രസം. ഗൾഫിൽ ചെന്ന് ഇറങ്ങുമ്പോ തന്നെ ആ, ബഷീർ, ഷിയാസ്. അതൊരു സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി ജീവിച്ചു. ഭയങ്കര സുഹൃത്തുക്കളാ. മസ്കറ്റിൽ ചെന്ന ആ ജമാൽ, ജമാൽ. ഷിയാസ്. എവിടെ കൊണ്ടുപോയിട്ടാലും എവിടെ പോയാലും സുഹൃത്ത് ബന്ധം ഇല്ല ഉള്ള ഒരു വ്യക്തിയാണ് ഷാഗർ ഷിയാസ്. അതെ, പുള്ളിയുടെ ജീവിതത്തിൽ മെച്ചമുള്ളത് ഈ ഷിയാസ്കന്റെ പേര് അറിയോ? ഷിയാസ്കന്റെ ചിരിയാണ്. അതെ അതെ ഷിയാസ്കയുടെ ചിരിയാണ്. ശരിയാണ്. അത് മണിച്ചേട്ടൻ അത് വേറെ റൂട്ടിലാക്കി ഹിറ്റാക്കിയതാ. പിന്നെ ഇത് കലാഭമണിയുടെ വേറെ ഷിയാസിലെ മണിച്ചേട്ടനെയും പിന്നെ ഷിയാസ്കനെയും അബീക്കനെയും ഇപ്പം നവാസിന്റെ ഒരു വർഷമായി നവാസ് പോയിട്ട് അവരൊക്കെ നമുക്ക് സുബിയൊക്കെ ശരിക്കും ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കേണ്ട ഒരാളാണ്. ആക്ച്വലി ഏജ് ആയിട്ടുള്ള എല്ലാവരും ഈ പറയുന്ന എല്ലാവരും നമുക്കത് ഇതുപോലെ പറയാതിരിക്കാൻ വയ്യ. നമ്മളിവിടെ ഇരിക്കുമ്പോ സത്യം പറഞ്ഞ നിന്റെ ഇപ്പുറത്ത് സുബി ഉണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ട് മനസ്സില്. ഇപ്പൊ നമ്മള് സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമ്മള് സെലിബ്രിറ്റികളാണ്. അതെ. ടെസ്റ്റിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഈ നമ്മൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വരുമ്പോ നമ്മൾ മിനിമം എത്ര രൂപ കൊടുക്കാറുണ്ട്? ഇല്ല, ഞാൻ അതല്ല നമ്മളൊരു നമ്മൾ 5ഉം 10ഉം കൊടുത്താൽ അവർക്ക് ഒരു 100 രൂപ കൊടുക്കും. കൊടുക്കും, ഉണ്ടെങ്കിൽ കൊടുക്കും. സഹായം ചോദിച്ചു വന്നാൽ പിന്നെ ഞാനിപ്പോ വലിയൊരു ചാരിറ്റി ഇടയ്ക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു വീട് പണി ഒരു വീട്ടുകാർക്ക്. ഈ അടുത്ത് എന്റെ വീട്ടിൽ ഞാൻ ഒരു അവരെ കുറ്റം പറഞ്ഞല്ലോ, വന്ന ആൾ കുറ്റം പറഞ്ഞു. നമ്മൾ വരുന്ന ആൾക്കാരും ഒരു അതിന്റെ അനുസരിച്ചൊക്കെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസമായിട്ടുള്ളൂ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ബെല്ലൊക്കെ അടിച്ചാൽ വീടിന് പുറത്തേക്ക് കാര്യം പറയണ്ടേ. നമ്മൾ ചില ആൾക്കാർ വരുമ്പോ തന്നെ 10 രൂപയും കൊണ്ട് കൊടുക്കാൻ പാടില്ല. അല്ല, എന്താണ് വന്നതെന്ന് നോക്കണം. ചിലപ്പോൾ അയാൾ കല്യാണം വിളിക്കാമെന്നാണെങ്കിൽ 10 രൂപയും കൊണ്ട് കഴിഞ്ഞാൽ അവസ്ഥ ഒന്നാണ് ചോദിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഊഹിച്ചെടുക്കുമെന്ന് എന്നോട് ഈ പുള്ളി ഊഹിച്ചെടുക്കാൻ ഞാൻ വന്നതിനാണ് ബെല്ലടിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഊഹിക്കണെന്തിനാ വന്ന കാര്യം പറയാം. ഞാൻ വിളിച്ചു എന്താണ് എന്തിനായിരിക്കും? ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ എനിക്ക് എന്തിനായിരിക്കും എന്നുള്ള ഞാനെങ്ങനെ പറഞ്ഞു. ചേട്ടൻ പറ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ക്യാഷ് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു. ചേട്ടാ എന്തെങ്കിലും അതൊക്കെ അല്ലേ നിങ്ങൾ പുറത്തെ ആൾക്കാരടിക്കലേക്ക് വരുന്നത്. ഞാൻ ചുമ്മാ വരില്ലല്ലോ. ഞാൻ ചെന്ന് എൻ്റെ സത്യം പറയാം ഞങ്ങൾക്ക് 100 രൂപ കൊടുക്കാൻ ഇല്ലായിരുന്നു ദിവസം. എൻ്റെ പോക്കറ്റ് നോക്കിയപ്പോൾ 20 രൂപ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല. 10 20 അല്ല 50. പിന്നെ ഈ ചോദ്യത്തിന് 10 രൂപയേ ഉള്ളൂ. ഞാൻ 20 രൂപ കൊണ്ടേ കൊടുത്തത്. 20 രൂപ കൊണ്ടേ കൊടുത്തിട്ട് ഈ പുള്ളി വാങ്ങിച്ചിട്ടേ വാങ്ങിച്ചില്ല. ഞാൻ 20 നോട്ടിയപ്പോൾ പിന്നെ നോക്കിയിട്ട് ഹരിശ്രീ യൂസഫ് പൂച്ചിക്കണന്നേ 20 ഗുണവ. ഈ പുള്ളി എന്നോട് പറയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ ഞാൻ യൂസഫാണ്, യൂസഫ് അലിയല്ല. നിങ്ങൾ മാറിപ്പോയി. ലുലു എടപ്പള്ളി ചെല്ലി നിങ്ങൾ ഈ ചന്ദിന് വന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു യൂസഫാണ് 20 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഞാൻ പറ്റും അപ്പൊ ഒരു തമാശ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. 10,000 രൂപ ഉണ്ടെങ്കിൽ 5,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ തരാം. ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് ഈ ഓണം ബമ്പർ. അതടിച്ചാൽ തീർച്ചയായിട്ടും ചേട്ടൻ 5,000 രൂപ വരാന്ന് പറഞ്ഞപ്പോ സ്റ്റേജിലും വലിച്ച തമാശ ജീവിതത്തിലും വലിച്ച തമാശ എന്ന് പറഞ്ഞു. ചിലർക്കൊരു ധാരണയുണ്ട് നമ്മളിലൊക്കെ ഒരുപാട് കാശുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ കഷ്ടപ്പാടും ഈ ഉയർത്തൊഴുകുന്നതും ഈ സ്റ്റേജ് ഒന്നും ആർക്കും അറിയില്ല. നമ്മള് വണ്ടി നിർത്തുമ്പോൾ നേരെ വന്നിട്ട് പറയും ഭക്ഷണം കഴിച്ച എന്തെങ്കിലും തരണം എന്ന് പറയും. ഞാൻ പറയും ഏതാ നിനക്ക് എവിടെ നിന്നാണ് വേണ്ടത്? ഹോട്ടലിൽ നിന്ന് പറയും എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അടിക്കാനാ, അല്ല പിന്നെ വേറെ ഒന്നിനും അല്ല. ഈ അടുത്ത ഒരു ദിവസം ഒരാൾ വന്നേക്കണ ഒരു കുപ്പി വലിയ സംഭവമായിട്ട് പറ്റിക്കണ പല പല രീതിയിലാണ് പറ്റിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു എന്താണ് നമ്മൾ നിലം തുടക്കുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാകും, യൂക്കാലിപ്സിന്റെ സ്മെല്ലും ഉണ്ടാകും. ഈച്ചയും പരിയലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു 40-45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ ഒരാളാണ്. അയാൾ ഒരു കച്ചവടമായിട്ട് വന്നതല്ലേ, നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കൊപ്പി കാട്ടിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈച്ചയും പരിയല നല്ല യൂക്കാലിപ്സിന്റെ സ്മെല്ലും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ വില? 2 എണ്ണത്തിന് 100, 2 എണ്ണം എടുത്താൽ 100, 1 എടുത്താൽ 60. ഞാൻ പറഞ്ഞു 1 50 രൂപ രൂപ. അപ്പൊ തന്നെ തന്നു. ഞാൻ 50 രൂപ കൊടുത്തു പോയി. അപ്പൊ വൈഫ് വെച്ചിട്ട് എന്തിനാ തുടച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മണത്തി, ഞാൻ മൂടി തുറന്ന് ഇങ്ങനെ മണത്തി വെക്കുമ്പോ യൂക്കാലിപ്സിന്റെ സ്മെല്ലുണ്ട്. അപ്പൊ പിന്നെ യൂക്കാലിപ്സിന്റെ സാധനമാണ്. ആ പുൽത്താ യൂക്കാലിപ്സിന്റെ ആവശ്യം. വൈഫ് 2 ദിവസം കഴിഞ്ഞപ്പോ വളരെ ഇച്ചിരി 2-3 തുള്ളി വെച്ചിട്ട് നിലമൊക്കെ അങ്ങോട്ട് തുടച്ചിട്ട് ഒരു സ്മെല്ലും ഇല്ല. ഈച്ചയൊക്കെ അതിന്റെ പൊക്കത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതെന്താ മേടിക്കുക, എന്ത് സാധനം ഇത്? ഞാൻ റെഡി യൂക്കാലിപ്സിന്റെ സാധനമാണ്. ഞാൻ അത് നോക്കിയെടുത്ത് എന്താ സംഭവം എന്നറിയാമോ?
യൂക്കാലിപ്സിന്റെ ഒരു സാധനം മൂടിയലെ മാത്രം അവരിങ്ങനെ തേച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കൊണ്ടുവരുമ്പോ എല്ലാ മനുഷ്യന്മാരും ഈ മൂടിയ മണത്തി നോക്കും. നമ്മളിത് തുറന്നിട്ട് ബാക്കി വെറും ഏതാണ്ട് വെള്ളവാ 50 രൂപ കിട്ടി ഇത്രയുള്ള ഈ ഒരു കുപ്പി. ഒരു നന്നായി, ഒരുപാട് പേര് ഇത് കണ്ടുപിടിക്കും. പിന്നെ ഊട്ടിയിൽ എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഊട്ടി ഞാൻ ചെന്നപ്പോഴേ ഫ്ലവേഴ്സ് ഷോ അവിടെ ചെന്നപ്പോ ഇങ്ങനെ പല പല ചെടികളുടെ നല്ല കളർഫുൾ ചെടികളുടെ ഒക്കെ വിത്തുകൾ ഇങ്ങനെ വെച്ചേക്കണം ഒരു കവറിലാക്കിയിട്ട് 10 രൂപ ഒരെണ്ണത്തിന്. നമ്മുടെ വീട്ടിൽ നമുക്ക് പൂങ്കാവനം ആക്കാം, നല്ല കുറെ പൂക്കളൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ 200 രൂപക്ക് 1-2 മേടിച്ചത്. വീടിന്റെ ചുറ്റും നമുക്ക് പൂക്കളാക്കാൻ വേണ്ടി 200. അപ്പൊ വൈഫ് ചോദിച്ചു എന്തിനാണ് ഇതിന് മാത്രം, അവിടെ എന്ത് സ്ഥലമാണ് 3.5 സെന്റ് സ്ഥലത്ത് വെക്കാനാണോ നിങ്ങൾക്ക് ഇതിന് ഇവിടെ ഇരിക്കട്ടെ ഫുള്ള് എന്താ പറഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും കാണിച്ചു നല്ലോണം എൻ്റെ സൺഫ്ലവർ പോലത്തെ പൂവൊക്കെയാണ് കാണിച്ചത്. വീട്ടിൽ വന്നിട്ട് എല്ലാ സ്ഥലത്തും ഞാനിങ്ങനെ വാരമൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തടമൊക്കെ ഇട്ടിട്ട് ഈ സാധനം 2-3 കൂടി ഞാനെടുത്ത് ഇങ്ങനെ വെതറി. അപ്പോൾ കിളുക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇട്ട് വീടിൻ്റെ അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മുള വന്നേക്കണം. ഞാൻ എൻ്റെ ഒരു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മുള വന്ന്. പിറ്റേന്ന് വന്നപ്പോ സാധനം ഇത്രയായി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇത്രയായി. എന്താണെന്നറിയാവാ, ഈ മഴക്കാറ് കണ്ട മുളക്കണ പുല്ലില്ലേ, മഴയെ വേണ്ട, മഴക്കാറ് കണ്ട അപ്പൊ തന്നെ മുളച്ച് എന്തോ സാധനമൊക്കെ എടുത്ത് അതാണ് ഞാനിവിടെ കൊണ്ടു തടമൊക്കെ വെട്ടി. ഇത് ക്ലീൻ ചെയ്യാറുണ്ട് കൊടുക്കണം. ഇത് ഒഴി വൃത്തിയാക്ക. ഓണത്തിനുള്ള യാത്ര പ്രോഗ്രാംസിന് ഒരുപാട് പോയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും നല്ല സാധാരണ ഓണത്തിന് ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രോഗ്രാം കിട്ടിയിരുന്നത് ഒരു പ്രാവശ്യം. അത് ടിനിയൊക്കെ ഉണ്ട്, ടിനി, ഷിജു, പിന്നെ ഷൈജു അടിമാലി ഒക്കെ ഉള്ളൊരു, പൊന്നമ്മ ചേച്ചി ഒക്കെ ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു ഷാരൂഖ് ഖാൻ പ്രശ്നം ഉണ്ടായിരുന്നു, ഇറങ്ങാൻ പാടില്ല, ഖാൻമാർക്ക് എന്തോ ഒരു പ്രോബ്ലം. ആ സമയത്താണ് ഈ തസ്നി ഖാൻ പോണത്. അല്ല, ഹിന്ദിയിൽ ഷാറൂഖ് ഖാൻ പോലെ നമുക്ക് മലയാളത്തിൽ അതൊക്കെ അല്ല, തസ്നി ഖാൻ കഴിഞ്ഞിട്ടേ ഉള്ളത്. അതെ അതെ, ഈ ഖാൻ തസ്നി ഖാൻ എന്നുള്ളതുകൊണ്ട് ഈ ബംഗാളികൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ട് ലൈക്ക് തരാറുണ്ട്. അങ്ങനെ എനിക്ക് വ്യൂവേഴ്സ് കൂടാറുണ്ട്. പറയല്ലേ, സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ. ഇടയ്ക്ക് കുറച്ച് ലൈക്ക് കുറഞ്ഞു, ഇലക്ഷൻ വന്നപ്പോ എല്ലാവരും പോയി, അങ്ങോട്ട് പോയി. അതാണ്. എന്നാലും തസ്നീഖ എന്ന് പറയുമ്പോ എന്തോ ഒരു സംഭവം എന്നൊക്കെയാണ്, ഒന്നും അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കും, അതാണ് കഷ്ടം. എന്നിട്ട് ഞാൻ ഈ ഫ്ലൈറ്റിൽ ഈ ഒരു നമ്മളെ ഈ ഒരു ഇതുണ്ട്, സീറ്റിന്റെ മുമ്പിൽ ഒരു TV ഫോണ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഫോൺ എന്താ വെച്ചപ്പോ ഞാൻ ചോദിച്ചു, പൊന്നമ്മ ചേച്ചി എൻ്റെ അടുത്തിരുന്ന് ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ ഈ ഫോൺ, എന്തിനാ അത്? സീറ്റ് ചിലപ്പം ക്യാപ്റ്റൻ എന്തെങ്കിലും സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ സീറ്റ് ബാക്കിലുള്ളവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ച് അന്ന് അവിടെ നമുക്ക് എടുക്കണ്ട, നമുക്ക് ഫോണൊന്നും എന്തായാലും വരാൻ പോണില്ല ഫ്ലൈറ്റിൽ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോൺ അടിച്ചു. അപ്പൊ ചേച്ചി തെസിനിക്ക് ഫോൺ, എനിക്ക് ഫ്ലൈറ്റിൽ ആരും ഫോൺ ആരും വിളിക്കാനാ. അപ്പൊ ഞാൻ എടുക്കെന്ന് പറഞ്ഞു ചേച്ചി. അപ്പൊ ഞാൻ എടുത്ത് ഹലോ ആർ യു തസ്നി ഖാൻ? അപ്പൊ ഞാൻ പറഞ്ഞു യാ തസ്നി ഖാൻ, യു ആർ എ ടെററിസ്റ്റ്? ഞാൻ പറഞ്ഞു നോ, ഐ ആം ആർട്ടിസ്റ്റ്. You are a terrorist? No, I am artist. Artist? No, I don't know. എന്നൊക്കെ പറയല, ഇവിടെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ക്യാപ്റ്റൻ വിളിച്ചിട്ട് ചോദിച്ചു ടെററിസ്റ്റ് ആണോ എന്ന്. അപ്പൊ ചേച്ചി ഞാൻ എന്താ ഇപ്പൊ തെസ്നീനോട് അങ്ങനെ ചോദിക്കാൻ കാരണം, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്. കേട്ട് തുടങ്ങിയിട്ടാ ഭയങ്കര പേടി. ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് വിനീത് ഉണ്ടല്ലോ, നമ്മുടെ കണ്ണൂരുള്ള വിനീത് ഇങ്ങനെ നടന്നു പോണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീനി ഇങ്ങനെ നടന്നു പോണു. ഇവർ ഞങ്ങളുടെ റിയാക്ഷൻ, ഞങ്ങളിങ്ങനെ ഇരിക്കുക, ഈ ക്യാപ്റ്റന്റെ ഫോണാണല്ലോ വന്നിരിക്കുന്നത്, ആൻഡ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് അങ്ങനെയാണ്. പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഒരു കണക്കിന് അപ്പം ചേച്ചി പറഞ്ഞു, ഈ ഗാന്മാരെ പ്രശ്നമുണ്ട് അമേരിക്കയിലും, ന്യൂയോർക്കിലാണ് ഇറങ്ങേണ്ടത്. അപ്പം തെസ്നി ഒരു കാര്യം ചെയ്യ്, പിന്നെ കൂളായിട്ട് നടക്കണം, ചിരിക്കാനോ തമാശ പറയാനോ നിൽക്കണ്ട, വളരെ നമ്മൾ ചേച്ചിക്ക് പേടിയായി എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടക്കാം, ഇപ്പം എന്നെ പിടിക്കും, കാരണം ടെററിസ്റ്റ് ആണോ എന്ന് ചോദിച്ചല്ലോ. ഇവരെ മുഖത്തൊന്നും യാതൊരു റിയാക്ഷനില്ല. നോക്കുമ്പോൾ ടിനിയാണ് ഈ പറ്റിച്ചിരിക്കുന്നത് തന്നെ. ടിനിയല്ല, വിനീതാണ് ഇതിന്റെ ആള്. ഞാൻ ടിനിയെ തെറ്റിദ്ധരിച്ചു കേട്ടോ. വിനീതാണ് ഈ ഫോൺ ചെയ്തിട്ട് ഇത് മുഴുവൻ ചോദിച്ചത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ടിനിയായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ആ പ്രശ്നം എൻ്റെ ഒരു ഭയങ്കര പ്രശ്നം. കാരണം ഇവനാണ് ഈ സ്കിറ്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യങ്ങളൊക്കെ.
അവനോടും ഞാൻ പൊരിഞ്ഞ വഴക്ക്. ഞാൻ ഈ പെട്ടെന്ന് വഴക്ക്, പക്ഷെ ഞാൻ വഴക്കിടാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പെട്ടെന്ന് ഇണങ്ങും. ഈ ടീനി തന്നെ ടെറസ് എന്ന് പറഞ്ഞ ടീനെ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ട്രിപ്പിൽ. അല്ല, ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോവാണ്. ഞാൻ അതിന്റെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പൊ ഉണ്ടപ്പക്കറുണ്ട്, ടിനിയുണ്ട്, നവാസ് ഉണ്ട്, നാദർഷിക ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നാദർഷിക പറഞ്ഞാ നമ്മൾ ഈ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് സെന്റ് ഫ്രാൻസിസ്കോയിൽ പോയി ഇറങ്ങേണ്ടത്. അപ്പൊ ഗ്രൂപ്പായിട്ട് പോയി ഇറങ്ങണ്ട, എല്ലാവരും 4 പേര് ഷഫിൾ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ സെന്ററൊക്കെ എന്നെ തകർന്നതിന് ശേഷമുള്ള മാസങ്ങളിലാണ് ഈ പോണത്. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പിന്നെ ചെക്ക് ചെയ്തൊക്കെ പെടുന്ന സമയത്താണ്. അപ്പം 4 പേര് ഷഫിൾ ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ടിനി ടോം, നമ്മുടെ ആലാപിൽ ലാലേട്ടനില്ലേ, ലാലേട്ടനും പിന്നെ മുടി നീട്ടി വളർത്തിയ ബാലയില്ലേ ഡാൻസുകാരൻ, ഇതിങ്ങനെ ഇരിക്കണം. ഞങ്ങൾ 4 പേരുവാ. ഞങ്ങൾ പോണ സമയത്തോടെ ഈ ടിനിയുടെ കണ്ണൊക്കെ അറിയാമല്ലോ, കണ്ണൊക്കെ അഫ്ഗാൻ കണ്ണല്ലേ ഒക്കെ ഉള്ള മനുഷ്യൻ. അപ്പൊ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് അവിടുത്തെ പോലീസുകാരൻ അപ്പൊ പോലീസുകാരൻ വന്നിട്ടേ ഈ എയർപോർട്ടിലെ പോലീസുകാരൻ വന്നിട്ട് ഞങ്ങൾ 4 പേര് സ്റ്റോപ്പ് നമ്മുടെ പിടിച്ച് നിർത്തി. പാസ്പോർട്ട് ടിനി അടിക്കാൻ. ടിനി പാസ്പോർട്ട് കൊടുക്കുന്നു. ടിനി നോക്കിയിട്ട് കൊടുത്തു. ലാൽ കൊടുക്കുന്നു. മറ്റേ ആള് 3 പേരെയും കൊടുത്തു. കാരണം ഇനി നമ്മൾ ആദ്യമായിട്ട് പോയതൊക്കെ കാരണം ഞാൻ വിചാരിച്ച അതിന്റെ ഒരു നിയമ നടപടിയാണ്. എന്റെ നോക്കിയിട്ട് ഒപ്പിട്ടില്ല, പുള്ളി പോയി കളഞ്ഞു. ഞാൻ പുറകെ ഓടിച്ചെന്ന്, സാർ മൈ പാസ്പോർട്ട് അല്ല, ഐ ആം ദിസ് ഗ്രൂപ്പ്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ. മൈ പാസ്പോർട്ട് നോട്ട് സൈൻ. ഓ യുവർ ഗ്രൂപ്പ്. മേടിച്ച് ഒപ്പിട്ടു. സന്തോഷമായി, എനിക്ക് കിട്ടി ഒപ്പ്. അല്ല, എനിക്ക് കിട്ടിയല്ലോ ഇപ്പൊ, സമാധാനമായി. എനിക്ക് കിട്ടാതെ പോയാണെന്ന് പിടിച്ചു വെച്ചാലെന്ന് വെച്ചിട്ട് ഞങ്ങൾ മറ്റേ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് ചില സമയത്ത് നാർഷികയൊക്കെ പലരും ആരോ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നാർഷികയോട് പറഞ്ഞു, നാർഷിക ഒപ്പിട്ടോ. എന്തിന്? അല്ല, എല്ലാവരും ഒരു പോലീസുകാരൻ ഒപ്പിട്ടുണ്ട്. ഞങ്ങളിട്ട് ഞങ്ങളൊന്നും ഒപ്പിട്ടിട്ടില്ല. എന്നാ ചെല്ലി എനിക്കറിയാവുന്ന പോലെ പോയി ഒപ്പിട്ട്, അല്ലെങ്കിൽ പിടിച്ചു നോക്കും, പിന്നെ പ്രശ്നം ഉണ്ടാവുന്ന പറയും. ഒന്ന് പറയാറുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ അവരും ഇങ്ങോട്ട് വന്ന് നമ്മളെന്തിനാണ് എന്താ സംഭവം എന്നറിയാം. ഈ 4 ഈ ഒപ്പിട്ട ആൾക്കാരെയൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിടാൻ പാടില്ല. സംശയം തോന്നിയ ആൾക്കാരെ പിടിച്ചു വെച്ചാണ് ഞാൻ പോയി ഒപ്പിട്ട്. അപ്പൊ ഈ കഥകളൊക്കെ കേട്ടുകൊണ്ട് ആളുകൾക്ക് എല്ലാവർക്കും ഹാപ്പി ആവണം. അതെ, ഹാപ്പി ആവണം. പിന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്കിലൊക്കെ എങ്ങനെയാണ്? ദൈവമേ, കണക്കാണ്. എങ്കിലും ഒരു കണക്ക് ചോദ്യം ചോദിക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യയിൽ എത്ര 8 ഉണ്ട്? ഒന്ന് കൂട്ടിയെടുക്കാമല്ലോ. അതെങ്ങനെ കൂട്ടും? ഇതെല്ലാം കൂട്ടാനോ? 8 എത്ര 8 ഉണ്ട്? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? 4 4 8 അങ്ങനെ അങ്ങനെയല്ല. 8 എന്നുള്ള അക്കം എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യ. 1 മുതൽ 100 വരെയുള്ള സംഖ്യയിൽ എത്ര പ്രാവശ്യം 8 വരുന്നുണ്ട്? 8. ഇപ്പൊ ഉദാഹരണത്തിന് 8 ൽ 8 1, 18 ൽ 8, 28 ൽ 8 ഒരെണ്ണം. അങ്ങനെ 48 ൽ 8, 58 ൽ 8, 68 ൽ 8, 78 ൽ 8, 88 ൽ 8, 98 ൽ 8, പിന്നെ 108 അല്ലേ വരുന്നത്? എത്ര എണ്ണം കിട്ടി? എത്ര 18, 28, 38, 48, 58, 68, 78, 88, 98, 98 വരെ കിട്ടാം. 98 വരെ അല്ലേ? 9 അല്ലേ? 9 18 18 അതല്ല, തെറ്റാണ്. 20 ഉണ്ട്. എങ്ങനെ? 80 കഴിഞ്ഞാൽ പിന്നെ 81, 82, 83, 84, 85, 86, 87, 88 2 ഉണ്ട്. 88 2 ഞാൻ ഇതൊക്കെയാണ് എന്റെ ചോദ്യോത്തരങ്ങൾ. ആളുകൾ പെട്ടെന്ന് പറയില്ല. രസകരമാണ്. ഇതൊക്കെ ഉറക്കത്തിൽ കിടന്നപ്പോ രാത്രി 12 മണിക്കാണ് വിളിച്ചിട്ട് 20 എനിക്ക് തോന്നുന്നു മാക്സിമം ഫ്ലാറ്റുകളിലൊക്കെ ഓണമായതുകൊണ്ട് ഇതുപോലുള്ള ഓണക്കളികളൊക്കെ നല്ലതാണ്. എന്തായാലും ഇത്രയും വലിയൊരു കുണിസ്റ്റ് 8ന്റെ ഒരു കുണിസ്റ്റ് ഞങ്ങളെ കണക്കും ഞങ്ങളുടെ ഈ 8ന്റെ ഒരു വലിയ ഗംഭീരമായിട്ട് ഞങ്ങളെ തോൽപ്പിച്ചത് കൊണ്ട് യൂസഫ് ഞങ്ങളുടെ വക ഒരു താങ്ക് യു പറയുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് തുറന്നു നോക്ക്. ഇത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളെ വൈഫിനുള്ള സംഭവം. ഹാൻഡ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു 4-5 വർഷമായിട്ട് പരിചയമുള്ളതാണ്. ഓണത്തിനൊക്കെ ഉടുക്കുന്നതെല്ലാം നമ്മളെ എയർ ഹാൻഡ്ലൂം അല്ലേ? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ ഇതിൽ സാരി കിട്ടിയായിരുന്നു. ഞാനത് എന്റെ ഒരു സുഹൃത്തിന്റെ അതെ അയ്യോ പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇത് സന്തോഷകരമായിട്ട് വൈഫിനെ അങ്ങോട്ട് കൊടുക്കാം. കുട്ടി കൊടുക്കും. വൈഫിനെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. ഇത് മുണ്ടല്ല, സാരിയാ വൈഫിനുള്ള. ഇത് ഷീലാമ്മയ്ക്ക് കൊടുക്കാനുള്ള. അപ്പൊ ഓണമായിട്ട് നമുക്കൊരു പാട്ടിൽ ഒന്ന് അവസാനിപ്പിച്ചാലോ? അപ്പൊ ഞാൻ വേറെ ചോദ്യം കൂടി ചോദിക്കുകയാണ്. പല്ലവിയിൽ 6 പൂവുള്ള ഒരു പാട്ട് പാടും. പല്ലവിയിൽ 6 പൂവ്.
ഓണപ്പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 ഇനി പാടിക്കോ, ആ പാട്ട് കൊണ്ട് പാടിക്കോ. Ready? ആ, 1, 2, 3, 4. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 അത് പന്ത്രണ്ടാവില്ലേ? തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. സോറി, നമുക്ക് എല്ലാവരും കൂടെ ഏറ്റു പാടാം. ആ. ഓണപ്പൂവേ ഇവിടെ ഞങ്ങൾ എവിടെ കൊണ്ടിട്ട് പിടിക്കാനാ? ആ, പിടിച്ച് പിടിക്കാൻ പറ്റില്ല. എങ്ങനെ പിടിക്കാനാ? അന്നേ പാടിക്കോ അല്ലെ, എങ്ങനെ പാട്ട് പാടിക്കോ. ഇറങ്ങി വാ. താഴോട്ട് താഴോട്ട്. ഓണപ്പൂവേ ഓക്കെ ശരി ശരി ഓക്കെ ഒരുമിച്ച്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. കൗമുദിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.